നമ്മുടെ ISRO ചാരക്കേസ് പുതിയൊരു വഴിത്തിരിവിലെത്തി നിൽക്കുകയാണ്. പുതിയ വഴിത്തിരിവ് എന്ന് പറഞ്ഞാൽ പോരാ, ഇതുവരെ ഒരു അന്വേഷണ റിപ്പോർട്ടിലും കാണാത്ത നിർണായകമായ ഒരു ഫൈൻഡിങ്. അതായത് ഈ കേസ് പൂർണ്ണമായും ബേസ്ലെസ് ആണ്. യാതൊരു തരത്തിലുള്ള സത്യത്തിൻ്റെ അംശമോ ക്രൈമിൻ്റെ ഏതെങ്കിലും അംശമോ, ഇത്ര കോളിളക്കം ഉണ്ടാക്കിയ കേസ്, അത് 30 കൊല്ലമായിട്ട് കേരളത്തിൻ്റെ സകലമാന തലക്കെട്ടുകളും പിടിച്ചെടുക്കുന്ന സകല മനുഷ്യരുടെയും ചർച്ചാ വിഷയമായൊരു കേസിൽ ഇപ്പോൾ CBI, അപ്പോൾ അന്ന് ഇപ്പോൾ കേരള പോലീസ് അന്വേഷിക്കുന്നു, അത് കഴിഞ്ഞ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു, ഇവരെല്ലാവരും കൂടി ഇത്രയും കാലം ഫ്രെയിം ചെയ്ത് ആ കേസ് ആദ്യം FIR ഇടുമ്പോൾ അതൊരു ഇല്ലിസിറ്റ് റിലേഷനോ എന്താണ് പറയുക, ഈ അനാശാസ്യ പ്രവർത്തനത്തിൻ്റെ മാത്രം കേസാണ്. 2 വിദേശി വനിതകൾ വന്ന് നമ്മുടെ ഹോട്ടലിൽ ഒരു സ്റ്റാർ ഹോട്ടൽ മുറിയെടുത്ത് താമസിക്കുന്നു. അവിടെ പോലീസ് അന്നുണ്ടായിരുന്ന ഒരു നായാട്ടുണ്ടല്ലോ, പോലീസിൻ്റെ ഏർപ്പാട്, മനുഷ്യൻ സ്വസ്ഥമായിട്ട് താമസിക്കുന്നിടത്തൊക്കെ ചെന്നിട്ട് മുട്ടുക, ആ സമയത്ത് മുട്ടുക, തുറക്കുക, ആരൊക്കെയാണ്, എന്നിട്ട് അതിന് പ്രൂഫ് കൊടുക്കേണ്ടി വരിക, സ്വന്തം മോളാണ്, ഭാര്യയാണ് എന്നൊക്കെ തെളിയിക്കേണ്ടി വരിക. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. സത്യത്തിൽ ആ ഒരു കെട്ട കാലത്തിൻ്റെ ഒരു ഉൽപ്പന്നം കൂടിയാണ് ഈ കേസ്. പിന്നെ അത് മാറി. അതിന് പറയുന്ന പേര് പബ്ലിക് ന്യൂയിസൻസ് എന്ന്. ഇത് പബ്ലിക് അല്ലല്ലോ. ഒന്നാമത് അവരുടെ കാശ് കൊടുത്ത് മനുഷ്യർക്ക് താമസിക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഹോട്ടൽ മുറിയിൽ മുറിയെടുത്ത് താമസിക്കുന്നു. അവിടെ പോയി റെയ്ഡ് ചെയ്യുക. അപ്പോൾ അന്ന് CI ആയിരുന്ന ഈ സ്മാർട്ട് വിജയൻ റെയ്ഡ് നടത്തിയപ്പോൾ ഈ റെയ്ഡ് നടത്തുന്നതിൻ്റെ പിന്നിലും വേറെ താല്പര്യങ്ങളാണ്. ഇവർക്ക് പറ്റിയ വല്ല കോളും ഉണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും. അപ്പോൾ റെയ്ഡ് നടത്തിയപ്പോൾ ഇവർ വിദേശികളാണ്, മാലി സ്വദേശികളാണ്, മറിയം റഷീദ, ഫൗസിയ, ഹസനുകൾ എന്തിനാണ് വന്നത്, ഏതാ ഈ ചോദ്യം ചെയ്യുന്നത് വേറെ ഒന്നിനുമല്ല, ഇവരെ കസ്റ്റഡിയിൽ കൊണ്ടുപോയിട്ട് ഇവർക്ക് മിസ്യൂസ് ചെയ്യാനാണ്. പക്ഷെ അതിനെന്തുകൊണ്ടോ ഇവർ വിദേശികളാണെന്ന് മനസ്സിലായി, ഒറ്റക്കാണെന്ന് മനസ്സിലായി, സ്ത്രീകളാണെന്ന് മനസ്സിലായി, കാണാൻ കൊള്ളാവുന്നവരാണെന്ന് മനസ്സിലായി. പക്ഷേ അവർ അങ്ങനെ എളുപ്പത്തിൽ ഈ മോശമായി പെരുമാറിയിട്ടുണ്ടാവും. പോലീസിൻ്റെ അധികാരമൊക്കെ ആ സ്ത്രീകളുടെ നേരെ കാണിച്ചിട്ടുണ്ടാവും. അവർ ലോകം മുഴുവൻ കണ്ടവരാണ് പലപ്പോഴും. എന്തുദ്ദേശത്തിൽ സഞ്ചരിക്കുന്നവരായാലും അവർക്ക് ലോകപരിചയമുണ്ട്. അപ്പോൾ അവർ വഴങ്ങിയിട്ടുണ്ടാവില്ല. അന്നുണ്ടാകുന്നൊരു കേസാണ് സത്യത്തിൽ ഈ കേസ് എന്ന് ഇപ്പോൾ CBI കോടതിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. സാർ ആ കേസിനെ കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്തോളാം നമുക്ക്. അത് ഇപ്പോൾ CBI കേസ് അവർ പറഞ്ഞിരിക്കുന്നത് ടോട്ടലി ഫാബ്രിക്കേറ്റഡ് ആൻഡ് ബ്ലേറ്റന്റ് അബ്യൂസ് ഓഫ് ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര മനുഷ്യരാണ്, എത്ര കൊല, അതായത് കെട്ടിച്ചമച്ചതാണ്, അതേപോലെ ഈ നിയമത്തിൻ്റെ ദുരുപയോഗപ്പെടുത്തലാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് CBIയുടെ കണ്ടെത്തൽ. അപ്പോൾ ഈ കേസ് സ്റ്റാർട്ട് ചെയ്തത് 1994 അത് കഴിഞ്ഞിട്ട് ഈ സുപ്രീം കോടതിയുടെ ഓർഡർ CBIക്ക് കിട്ടുന്നത് April 15, 2021 അതെ. അപ്പോൾ അത്രയും കാലം ജനം ഇതിനെപ്പറ്റി പല അഭിപ്രായങ്ങളും പറഞ്ഞിരുന്നു. ചിലർ പറയണത് ഉമ്മൻചാണ്ടിയും ഒക്കെ കൂടി കരുണാകരന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നൊരു സമയമുണ്ടായിരുന്നു. അത് നമ്മുടെ രാഷ്ട്രീയക്കാരല്ലേ സാർ, സാധ്യതയുണ്ട്. കോൺഗ്രസിൽ വളരെ പ്രകടമായ ഗ്രൂപ്പീസ് ഉണ്ടായിരുന്ന കാലത്ത്, അതെ, പിന്നെ A ഗ്രൂപ്പ് I ഗ്രൂപ്പ് ഉണ്ടായിരുന്ന കാലത്ത് കരുണാകരനെ അടിക്കാൻ ഒരു വടി കിട്ടിയപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടോ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ തുടക്കകാലത്തൊക്കെ നമ്മൾ ട്രെയിനിലൊക്കെ കയറുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരുന്നത്. അപ്പോൾ പലരും പറയണത് ഒരു SI ഉണ്ട്, S വിജയൻ എന്ന് പറഞ്ഞ, സ്മാർട്ട് വിജയൻ എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം ഉണ്ടായതുകൊണ്ട് ഇത് പിടികിട്ടിയല്ല, എന്തൊക്കെ നടന്നേനെ എന്നൊക്കെയുള്ളൊരു ടോണിലായിരുന്നു നമ്മുടെ ഇവിടുത്തെ സംസാരം മുഴുവനും. പക്ഷേ പിന്നീടാണ് CBI ഇതിൽ കേസ് ഏറ്റെടുക്കുന്നത്. അല്ല, S വിജയൻ്റെ ഇപ്പോൾ CBI ഏറ്റെടുക്കുന്നത് 21 വിചാരിക്കാം. S വിജയന്റെ കയ്യിൽ നിന്ന് ഈ കേസ് പിന്നീട് ഒരുപാട് പേര് ഏറ്റെടുത്തു. ആരും ചില്ലറക്കാരല്ല. ആ കേസ് നമ്മുടെ പ്രമുഖനായ CB മാത്യൂസിന്റെ കയ്യിൽ വന്നിട്ടുണ്ട്, RB ശ്രീകുമാർ എന്ന് പറയുന്ന വമ്പന്റെ കയ്യിൽ വന്നിട്ടുണ്ട്. ഇവരൊക്കെ ആ കേസിൽ ചെയ്ത കുറ്റകരമായ നടപടി എന്തായിരിക്കും എന്നാലോചിച്ച് നോക്കൂ. ഇവരൊക്കെ സത്യത്തിൽ ഫാബ്രിക്കേറ്റഡ് ആണെന്ന ഒരു ബുദ്ധിയുള്ള ഉദ്യോഗസ്ഥന് തിരിച്ചറിയാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. ഇതിനെപ്പറ്റി ചർച്ചകൾ നടക്കുമ്പോൾ പലപ്പോഴും CB മാത്യൂസിന് ഈ ടെലിവിഷൻ ചാനലിലൊക്കെ ചർച്ച നടക്കുമ്പോഴൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അതിനൊന്നും വരാൻ തയ്യാറായിട്ടില്ല. എന്തായാലും പക്ഷേ ഇപ്പോൾ ഈ കോടതി വിധി ഇങ്ങനെ വന്നു. അപ്പോൾ ഇതിൻ്റെ CBIയുടെ കണ്ടെത്തലുകളുടെ വെളിച്ചത്തിൽ നമ്മളിതിനെപ്പറ്റി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറിയം റഷീദ ആൻഡ് ഫൗസിയ ഹസൻ ഇവർ രണ്ടുപേരും മാലി അതെ അവിടെ നിന്ന് വന്നിരുന്ന ആൾക്കാരാണ്. അവർ ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. ഒരു പ്രാവശ്യം S വിജയൻ എന്ന് പറയുന്ന SI S വിജയൻ അന്ന് ഒരു പെറ്റ് നെയിം ഇട്ടാണോ എന്ന് പറഞ്ഞൂടെ, സ്മാർട്ട് വിജയൻ. അത് ശരിക്കുള്ള പേരാണോ എന്നറിയില്ല. സ്മാർട്ട് വിജയൻ അദ്ദേഹം S വിജയൻ. അപ്പോൾ പിന്നീട് അദ്ദേഹം SP ആയിട്ട് മാറി. അപ്പോൾ അദ്ദേഹം
ഒരു ദിവസം ഈ ഹോട്ടലിൽ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് ചെന്നു. റെയ്ഡ് ചെയ്തു. അതെ, മറിയം റഷീദയുടെ സ്ഥലം റെയ്ഡ് ചെയ്തു. അപ്പോൾ അവിടെ റെയ്ഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇദ്ദേഹം ചില ആഗ്രഹങ്ങളൊക്കെ പ്രകടിപ്പിച്ചു. ആ ആഗ്രഹങ്ങൾക്ക് ഈ സ്ത്രീ വഴങ്ങുന്നില്ല എന്ന് കണ്ടു. വഴങ്ങുന്നില്ല, കാര്യം നടക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ SI നേരെ ഹോട്ടലിൻ്റെ താഴേക്ക് വന്നു. അവിടെ ചെന്ന് റിസപ്ഷനിൽ ചെന്നു. ഇവിടെ താമസിക്കുന്നവരുടെയൊക്കെ ഫോൺ കോളുകളുടെ കോൾ ഡീറ്റെയിൽസ് എടുത്തു. കോൾ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന മറിയം റഷീദ വിളിച്ചിരിക്കുന്ന പല ആൾക്കാരിൽ ഒരാൾ D ശശികുമാർ എന്ന് പറയുന്ന നമ്പിനാരായണൻ രണ്ടുപേരെയും വിളിച്ചതിൻ്റെ കോൾ ലിസ്റ്റ് അല്ല, ഇതിൽ ശശികുമാറിൻ്റെയാണ് പേര് ആദ്യം കിട്ടിയത്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇങ്ങർക്ക് ഈ സ്മാർട്ട് വിജയന് ഒരു സ്വർണ്ണഖനി കിട്ടിയ പോലെയായിരുന്നു. ഭയങ്കര സന്തോഷം. അതെ, ISROയുടെ ആളായിട്ട് ഈ മറിയം റഷീദയ്ക്ക് ബന്ധമുണ്ടെന്നുള്ള ലൈനിലേക്ക് അദ്ദേഹം അത് നെഗറ്റീവ് മാറ്റാൻ ശ്രമിച്ചു. അതിനുശേഷം മറിയം റഷീദയുടെ വീണ്ടും റെയ്ഡൊക്കെ നടന്നു കഴിഞ്ഞു. അവരുടെ പാസ്പോർട്ട് എടുത്തു. പാസ്പോർട്ടും എയർ ടിക്കറ്റ് ഉണ്ടായിരുന്നു, അതും എടുത്തിട്ട് പോയി. അപ്പോൾ ഇവർക്ക് പോകാൻ പറ്റില്ല, ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നീട് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ വിസയുടെ കാലാവധി കഴിഞ്ഞു. വിസയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ അത് വേറെ കുറ്റമായി, ഓവർസ്റ്റേ. അപ്പോൾ അതെ, അപ്പോൾ അതിൻ്റെ പേരിൽ ഡീറ്റെയിൻ ചെയ്തു. പിന്നെ ജയിലിൽ കിടന്നു. ജയിലിൽ ഇവരെ ഭയങ്കരമായിട്ട് മർദ്ദിക്കുകയും അങ്ങനെ പല കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ അവർക്ക് മാത്രമല്ല മർദ്ദനം കിട്ടിയത്, ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരെയൊക്കെ നമ്പിനാരായണനൊക്കെ ഭീകരമായിട്ട് മർദ്ദിച്ചതിന്റെ അനുഭവങ്ങളുണ്ടല്ലോ. പിന്നെ ഫൗസിയ ഹസൻ എന്ന് പറഞ്ഞ ലേഡി ഉണ്ടായിരുന്നു. അവരൊക്കെ ഓരോരോ കേസുകളിൽ അങ്ങോട്ട് പെടുത്താണ്, വേറെ വേറെ കേസുകൾ ഉണ്ടാക്കി അതിലൊക്കെ അങ്ങ് പെടുത്തി. എന്തെങ്കിലും ഒരു പേര് സത്യത്തിൽ സാർ ഇപ്പോൾ CBIയുടെ ഈ റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ വായിക്കേണ്ടത് മാക്സിമം വന്നാൽ ഇതിനകത്ത് ഒരു എന്താ നമ്മൾ പറയുന്നത്, ഒരു അവിഹിത വീഴ്ചയുടെ ഉണ്ടെങ്കിൽ പർപ്പസ് പോലും അത്രയല്ലേ ഉള്ളൂ. ലോകം മുഴുവൻ അങ്ങനെ സഞ്ചരിക്കുന്ന എത്ര പേരുണ്ട്. നമ്മുടെ നാട്ടിലെ എത്ര രാഷ്ട്രീയക്കാർ, വലിയ ഉദ്യോഗസ്ഥന്മാർ, IASകാർ ആരോടൊക്കെ ഒപ്പം പോയി കിടക്കുന്നു, ഏത് ലോകരാജ്യത്ത് പോയിട്ട് ഏതൊക്കെ കോൾ ഗേൾസിനെ വിളിക്കുന്നു എന്നുള്ളതിന് അതെങ്ങനെ നിയമവിരുദ്ധമാകുന്നത്, എങ്ങനെ രാജ്യദ്രോഹമാവുക? അതൊരു മനുഷ്യൻ്റെ റൈറ്റ് അല്ലേ, അയാളുടെ സ്വകാര്യതയല്ലേ അത്. അപ്പോൾ അദ്ദേഹത്തിന് സ്മാർട്ട് വിജയൻ ഉദ്ദേശിച്ചത് നടക്കാതെ ആയി കഴിഞ്ഞപ്പോൾ ഈ വക കേസുകളൊക്കെയാണ്. പിന്നെ ബാക്കി അവരുടെ ഈ മറിയം റഷീദയുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നോ അവരെല്ലാവരെയും എന്താ പറയുക, ഫോൾസ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് ഉണ്ടാക്കിയിട്ട് അവരെല്ലാം ജയിലിലടച്ചു. അവരെ ജയിലിലിട്ട് പീഡിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കാര്യങ്ങളുടെ പോക്ക്. പക്ഷേ അന്ന് മുഴുവൻ എനിക്ക് തോന്നുന്നു കേരളത്തിൽ എല്ലാവരും അത് വിശ്വസിച്ചു. ആ കഥ ഭയങ്കരമായിട്ട് ഭീകരന്മാരാണ്, ചാരസുന്ദരികൾ വന്ന് ഇന്ത്യയുടെ രഹസ്യം മുഴുവനും ISROയുടെ രഹസ്യം ആലോചിച്ച് ചെറിയ കാര്യമല്ലല്ലോ. നമ്മുടെ ബഹിരാകാശ ഗവേഷണത്തിന്റെ മുഴുവൻ രഹസ്യങ്ങളും ലോകരാജ്യങ്ങൾക്ക് ചോർത്തിക്കൊടുത്ത് വിൽക്കുന്ന ഭീകരയായിട്ടാണ് കേരളം ചിത്രീകരിച്ചത്. വേറെ നിവൃത്തികേട് കൊണ്ട് മാന്യമായി ജീവിക്കാനുള്ള ഒരു നമ്മളിപ്പോൾ ഇന്ന് വിളിക്കുന്ന ഈ ഒരു ഫ്ലഷ് ട്രേഡിന്റെ വേണമെങ്കിൽ ഇന്റർനാഷണൽ ഫ്ലഷ് ട്രേഡ് എന്നൊക്കെ പറയാം. അതിനകത്ത് എന്ത് രാജ്യദ്രോഹം ആലോചിച്ചു. അങ്ങനെ ഇതിലൊരു ചെറിയ പ്രശ്നം കൂടി ഉണ്ടെന്ന് തോന്നുന്നു സാറേ. അത് സാറിൻ്റെ ഫൈൻഡിങ്സ്, നിരീക്ഷണങ്ങൾ തീർന്നോ? പറഞ്ഞു. ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, മലയാളിയുടെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ഒന്ന്, നമുക്ക് ഇപ്പോഴും ഇന്നും നമ്മൾ എത്ര അഡ്വാൻസ്ഡാണ്, എത്ര പ്രോഗ്രസീവാണ്, നമ്മൾ പിന്നെ സാംസ്കാരികമായിട്ട് വലിയ ഉന്നതിയിലെത്തിയവരാണ്, നവോത്ഥാനം നേടിയവരാണെന്നൊക്കെ പറഞ്ഞാലും ഒരു അന്യ സ്ത്രീയോട് പെരുമാറാനുള്ള രീതി നമുക്ക് അറിഞ്ഞുകൂടാ. ഈ പെണ്ണിൻ്റെ അന്തസ്സ് എന്ന് പറയുന്നത് ഏത് തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന സ്ത്രീ ആയാലും അവരോട് എങ്ങനെ പെരുമാറണം നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളിപ്പോൾ അത് ആളുകളുടെ വിശ്വാസം അനുസരിച്ച് ഇപ്പോൾ വ്യഭിചാരം ആകാൻ പാടില്ലേ, കുറ്റകൃത്യമാണോ അല്ലേ? പക്ഷേ ഇതിൻ്റെ ഒരു പ്രൈമറി സംഗതി എന്താണ് സാർ? ഒരു രണ്ട് മനുഷ്യർ തമ്മിൽ ഏതെങ്കിലും തരത്തിലൊരു റിലേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ കൺസെൻറ്റ് വേണം. രണ്ടാമത് അവരുടെ സമ്മതവും സന്തോഷവും. ഈ സാധനമില്ലേ, അതിലേക്ക് പോകാതെ, മാത്രമല്ല മാന്യമായി പെരുമാറാത്ത ഈ സ്മാർട്ട് വിജയൻ ഓവർ സ്മാർട്ട്നെസ് കാണിച്ചിട്ടുണ്ടാവും. മാത്രമല്ല അവൻ്റെ അധികാരം പ്രയോഗിക്കാൻ പോയിട്ടുണ്ടാവും. ഒരു പെണ്ണിൻ്റെ മേലും അവരെവിടെ പിറന്നവരാവട്ടെ, പട്ടിണി കിടക്കുന്നവരാവട്ടെ, ആ പെണ്ണിൻ്റെ മേൽ മാന്യമായ പെരുമാറ്റമല്ലാതെ അവളുടെ മേൽ അധികാരം പ്രയോഗിക്കാൻ പോയാൽ തീർച്ചയായിട്ടും അവർ റിയാക്ട് ചെയ്യും. അവർ റിയാക്ട് ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെ മീതെ അധികാരം പ്രയോഗിക്കാൻ, അവരെ ട്രാപ്പിൽ കൊടുക്കാൻ, ആലോചിച്ച് നോക്കൂ, അവരുടെ യാത്രാരേഖകൾ പിടിച്ചു വെക്കുക, എന്നിട്ട് കേസന്വേഷണം എന്ന രീതിയിൽ ഇത് വൈകിപ്പിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓവർ സ്റ്റേ വന്നു, ഒന്നാമത്തെ കുറ്റം. രണ്ടാമത്തെ കുറ്റം, പിന്നെ അവരുടെ കോൾ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ ISROയിലെ ഒരാൾ വിളിച്ചിട്ടുണ്ട്. ISROക്കാരൻ എന്താ വിളിച്ചുകൂടെ? അയാൾ മനുഷ്യനല്ലേ? അയാൾ പുരുഷനാണെങ്കിൽ എന്താണ് ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടൂടെ? ഇനി ബന്ധപ്പെട്ടു എന്ന് വിചാരിച്ചോളൂ. P ശശികുമാർ ആവട്ടെ, നമ്പിനാരായണൻ സാറാവട്ടെ, ആരാവട്ടെ, അവർക്ക് ഒരു ഹോട്ടൽ മുറിയിൽ പോയിട്ട്
അവരാവശ്യപ്പെടുന്ന കാശോ സൗകര്യങ്ങളോ കൊടുത്തിട്ട് പരസ്പര സമ്മതത്തോടെ അവർ ബന്ധപ്പെട്ടാൽ എങ്ങനെയാണ് അത് രാജ്യദ്രോഹമാവുക, എങ്ങനെ ചാരവൃത്തിയാവുക? അത്രേ ഉള്ളൂ. ഇത് എനിക്ക് തോന്നുന്നു മലയാളിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള അപകടത്തിലേക്ക് ഇത് ചൂണ്ടുന്നുണ്ട്. ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ. ഒന്നാമത് ഈ മനുഷ്യൻ ഇത് ഈ കെട്ടിക്കൂട്ടി വെച്ചിട്ട് ഒരു തരം സെക്സ് സ്റ്റാർവേഷൻ വല്ലാതെ അനുഭവിക്കുന്നുണ്ട്. മലയാളിയുടെ ഒരു പ്രശ്നമാണ്. നമ്മുടെ സംസ്കാരത്തിൽ തന്നെ നമ്മുടെ രീതിയിലും നമുക്കൊക്കെ ആ പ്രശ്നമുണ്ട്. അതിൻ്റെ ഒരു ഒടുവിലത്തെ സൂചനയായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ഏത് പെണ്ണിനോടും ഏത് രാജ്യക്കാരിയായാലും നമ്മുടെ നാട്ടിൽ ഒന്നാമത്തെ കാര്യം, അവർ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അന്യരാജ്യത്ത് നിന്ന് വന്ന്, അവരെ ടൂറിസ്റ്റ് വിസയിലായിരിക്കുമല്ലോ വന്നിട്ടുണ്ടാവുക. ടൂറിസ്റ്റ് വിസയിൽ വന്ന ഒരു അന്യരാജ്യക്കാരിയോട് നമ്മൾ പെരുമാറേണ്ടത് എങ്ങനെയാണ്? അതിഥി ദേവോ ഭവ. അവരെ ബഹുമാനിക്കണ്ടേ? അതിനുള്ള സംസ്കാരം ഇയാൾ കാണിച്ചില്ല. അവർ സ്ത്രീയാണ് എന്നതിൻ്റെ പേരിൽ അവരെ എന്തിനും എങ്ങനെയും പെരുമാറാം. ഇയാള് എനിക്ക് തോന്നുന്നു ഇയാൾ വീട്ടിലും ഒക്കെ ഇങ്ങനെയൊക്കെ പെരുമാറും. സ്ത്രീയെ ഒരു ഉപഭോഗ വസ്തുവായിട്ട് കാണുമ്പോൾ എളുപ്പത്തിൽ യാതൊരു മുടക്കമില്ലാതെ കിട്ടുന്ന ഒരു അധികാരം ഉപയോഗിച്ച് ആക്രമിക്കാവുന്ന ഒരു ജീവിയായിട്ട്. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ ഡീസൻസി ഓൾസോ ബിഗിൻസ് അറ്റ് ഹോം. അവർ തന്നെയായിരിക്കും അവിടെയും ഇതൊക്കെ തന്നെയായിരിക്കും. പിന്നെ നമ്മളതിൽ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളത്. നമ്പി നാരായണൻ തന്നെ പറഞ്ഞിരിക്കുന്ന കേസ് ഇത് എങ്ങനെയെങ്കിലും കെട്ടടങ്ങി പോകേണ്ട കേസായിരുന്നു. ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ഹിസ് റിലൻലെസ് പെർസ്യൂട്ട് ഫോർ 20 long years. ഓഫ് കോഴ്സ് ഇതിൽ നന്ദി പറയേണ്ടത് തീർച്ചയായിട്ടും. ഇപ്പോൾ വേറൊന്നുണ്ട്, 2021 എങ്കിലും ഇത് CBIക്ക് വിടാൻ പോലും ഇടയാക്കിയത് നമ്പി നാരായണൻ എന്ന മനുഷ്യൻ ധീരമായ പോരാട്ടമാണ്. അയാൾ അനുഭവിച്ചതിന് കണക്കില്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് കാര്യങ്ങളും കൂടി ഉള്ളത്. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഇവരെ ജയിലിലടിക്കണമെന്ന്, ദാറ്റ് ഈസ് നൺ ഓഫ് മൈ ബിസിനസ്, എനിക്ക് അതിലൊന്നും താല്പര്യമൊന്നുമില്ല, പക്ഷേ ദേ ഷുഡ് അപ്പോളജൈസ്. അതാണ് ഒരു കാര്യം. പിന്നെ ഇതിൽ നമ്മൾ വേറൊരു കാര്യം നമുക്ക് ഓർക്കാവുന്നത്, നമ്പി നാരായണന് കോമ്പൻസേഷനായിട്ട് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഹി റിസീവ്ഡ് 50 lakh rupees ആസ് കോമ്പൻസേഷൻ. 50 ലക്ഷം അല്ലേ? അതൊന്നും എങ്ങനെയാണ് അയാൾ അനുഭവിച്ചതിന് എന്ത് പരിഹാരമാണ്? എന്തായാലും അത്രയെങ്കിലും ആയി. എത്രയെങ്കിലും ആ മനുഷ്യനോട് നീതി കാണിച്ചു നമ്മുടെ നീതിപീഠം വിചാരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ആ ദയാവായ്പ്, നമ്പി നാരായണൻ്റെ ഒരു വലിയ മനസ്സ്, ആ ദയാവായ്പ് ഈ ഉദ്യോഗസ്ഥന്മാരെ അർഹിക്കുന്നുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. ഈ എസ് വിജയനായാലും ഈ CB മാത്യൂസ് ആയാലും RB ശ്രീകുമാർ ആയാലും ഒരു നിരപരാധിയായ ഒരു മനുഷ്യനെ മാത്രമല്ല, നിരപരാധികളായ ഒരുപാട് മനുഷ്യന്മാരെ ഇവർ ഫ്രെയിം ചെയ്തെടുത്ത ഒരു കേസിനകത്ത് കുടുക്കിയിട്ട് അവരുടെ ജീവിതം തകർക്കുക, മാനം തകർക്കുക, അവരുടെ ജീവിതത്തിലെ സകല അന്തസ്സും കെടുത്തുക. മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കിയ പൊളിറ്റിക്കലി ഒരു ഫോഗ് ഉണ്ടല്ലോ, ഒരു വല്ലാത്ത പുകപടലം തീർത്തു. അതിലാരൊക്കെ പെട്ടുപോയി? എന്തൊക്കെ പറഞ്ഞാലും വേറെ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഈ രാജ്യത്തെ ആര് വഞ്ചിച്ചാലും K കരുണാകരൻ വഞ്ചിക്കാൻ യാതൊരു സാധ്യതയില്ല. ആരൊറ്റി കൊടുത്താലും. ഇപ്പോൾ AK ആൻ്റണിയെക്കുറിച്ച് പോലും അത്തരം കേസ് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ കാശിന് വേണ്ടി ഇവരൊക്കെ വഴങ്ങും, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി വഴങ്ങിയേക്കാം. പക്ഷേ കരുണാകരൻ രാജ്യത്തെ ഒറ്റി കൊടുക്കുന്ന ആരും വിശ്വസിക്കാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു മനുഷ്യനെ പോലും ചാരവൃത്തി കേസ് ആലോചിച്ച് നോക്കും. ഈ രാജ്യത്തെ ഒറ്റിക്കൊടുത്ത കേസിൽ അദ്ദേഹത്തിൻ്റെ മനോവേദന എത്രയായിരിക്കും? അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് കാണുന്നതും കാണപ്പെടാത്തതുമായ അനേകം മനുഷ്യരുടെ, അനേകം വ്യക്തികളുടെ, അനേകം പ്രസ്ഥാനങ്ങളുടെ മാനത്തെ, അന്തസ്സിനെ ഒക്കെ ചോദ്യം ചെയ്യുന്ന മട്ടിൽ പെരുമാറിയ ഉദ്യോഗസ്ഥന്മാർ, എനിക്ക് ഉറപ്പാണ് എസ് വിജയൻ ഫ്രെയിം ചെയ്ത് വെച്ച കേസ് ഫാൾസ് ആണെന്ന് CB മാത്യൂസിൻ്റെ അടുത്തെത്തുമ്പോൾ ബോധ്യപ്പെടണ്ടേ, RB ശ്രീകുമാറിന് ബോധ്യപ്പെടണ്ടേ? അപ്പോൾ അവരൊക്കെ മറച്ചു വെച്ച് ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് CBI ആലോചിച്ച് നോക്കൂ, 30 കൊല്ലം കഴിഞ്ഞ് 94 സംഭവമാണ്, 2024 ഈ കേസ്. ഇപ്പോൾ CBI 21 ഏറ്റെടുത്ത് 3 കൊല്ലം കൊണ്ട് അവരുടെ ഫൈൻഡിങ്സ് ആണ് ബേസ്ലെസ് ആണ്. ഒന്നാലോചിച്ച് നോക്കൂ. ഇത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഇതിനകത്ത് ഒറ്റ ഘടകം കൂടി ഉണ്ട് സാർ. നമ്മുടെ ഭരണകൂടം ഇനി ഒരു വിശുദ്ധമായ മനസ്സോടെ, മനുഷ്യപ്പറ്റോടുകൂടി, നീതിബോധത്തോടെ പെരുമാറിയാലും ഈ മാതിരി വൃത്തികെട്ട ഉദ്യോഗസ്ഥന്മാർ ആ ഭരണകൂടത്തിൻ്റെയും മുഴുവനും മാനം കെടുത്തി കളയും, ഒരു രാജ്യത്തിൻ്റെ മാനം കെടുത്തി കളയും. മറിയം റഷീദയും ഫൗസിയ ഹസനും ജീവിച്ചിരിക്കുന്ന കാലത്തോളം ലോകത്ത് അവർ കേരളത്തെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും പറയുന്ന അഭിപ്രായം എന്തായിരിക്കും? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. അതുകൊണ്ട് ഈ രാജ്യത്തെ മാനം കെടുത്തുന്നവർ നമ്പി നാരായണൻ സാർ എത്ര വിശാലത മനസ്കത കാണിച്ചാലും വെറുതെ വിടാൻ പാടില്ല ഈ പ്രതികളെ. ചെറിയ കുറ്റകൃത്യമല്ല അവർ ചെയ്ത്, യഥാർത്ഥത്തിൽ അവരാണ് രാജ്യത്തെ അവമാനിച്ചത്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുക്കണം എന്ന് വേണം നമുക്ക് പറയാൻ. നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും. ഓക്കെ.